അസ്സലാമു അലൈക്കും. സാബിറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത നിങ്ങളെ മുന്നിൽ വന്നത് ഒരുപാട് ആൾക്കാർ സാബീത്താനെ കാണാനായിട്ട് വിഷമിക്കുന്നുണ്ട്. ഒരുപാട് കോളും മെസ്സേജുകളും വരുന്നുണ്ട്. സാബീത്താൻ്റെ ആദ്യത്തെ ചാനൽ സാബി വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ നമ്മളെ പാസ്വേഡ് നമ്പർ മറന്നു പോയത് കൊണ്ട് അതൊരു ബ്ലോക്കായി കിടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ആ ബ്ലോക്ക് നിർത്താൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും വിഷമിക്കണ്ട, എല്ലാം നമുക്ക് തിരിച്ചു വരും. കാരണം ഒരു 6 മാസം മുന്നേ യൂട്യൂബിൻ്റെ മുതലാളി പറഞ്ഞിക്ക് പാസ്വേഡ് മാറ്റണം എന്ന്. ആ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം അതിൻ്റെ പേരിലാണ് ഇപ്പം പാസ്വേഡ് നമ്പർ വീണ്ടും അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് മറന്നുപോയി. പിന്നെ അപ്പം അതിൻ്റെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഉടനെ നമുക്ക് കിട്ടും. പാസ്വേഡ് നമ്പറിനെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതെൻ്റെ സാബിറ വ്ലോഗ് പുതിയ വീഡിയോസാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് വിഷമിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 3-4 വീഡിയോസ് എല്ലാം നിങ്ങളെ മുന്നിലേക്ക് വരും. കാരണം വെച്ചാൽ ഇതെല്ലാവരിലും എത്തിപ്പെടണമല്ലോ. ഒരുപാട് ആളെ വിഷമിക്കുന്നുണ്ട്. ഞങ്ങളല്ലോ വീഡിയോ ചെയ്യട്ടെ. അങ്ങനെ ഇത് പിന്നെ അങ്ങനെ ഞാൻ ഇട്ട വീഡിയോസ് കുറച്ച് ആൾക്കാരെല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കമൻ്റെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഈ താങ്കളെ വീഡിയോസ് ഇല്ലേറ്റ് ഞങ്ങളുമ്മ വിഷമത്തിലാണ്, ഞങ്ങളുമ്മ നിരാഹാരത്തിലാണ്, സബീത്താന് വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ സാബി വ്ലോഗ് എന്ന ചാനൽ കൂടി സബീത്താനെ കണ്ടപ്പോൾ എൻ്റെ ഉമ്മക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റുകൾ കാണാം. അത്രയും നല്ല പിന്നെ സബീത്താനെ കാണാനായിട്ട് വിഷമിക്കുന്ന ഒരുപാടുണ്ട്. അള്ളാഹുവേ എന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുപാട് നേമത്തും ബർക്കത്തും കൊടുക്കണേ അള്ളാഹുവേ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും എൻ്റെ മുത്തുമണികൾക്ക് നീ കൊടുക്കണേ തമ്പുരാൻ. എല്ലാവർക്കും കൊടുക്കണേ അള്ളാഹുവേ. എന്നെ സ്നേഹിക്കുന്നവരെ നീ സഹായിക്കണേ അള്ളാഹുവേ. എന്നെ സ്നേഹിക്കുന്നവരെ നീ സഹായിക്കണേ അള്ളാഹുവേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ഇനി ബർക്കത്ത് കൊടുക്കണേ അള്ളാഹുവേ. ഒരുപാട് കാലം ജീവിക്കാൻ ആഫിയത്തും ആരോഗ്യ ആയുസ്സും നീ കൊടുക്കണേ അള്ളാഹുവേ. ആരും വിഷമിക്കണ്ട. സാബീത്താനെ നിങ്ങളെല്ലാവരും സ്നേഹിച്ചോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. നിങ്ങളൊട്ടും മടിക്കണ്ട. നിങ്ങൾക്ക് അള്ളാഹു താൻ നേമത്തും ബർക്കത്തും നൽകും. സാബീത്താനെ സ്നേഹിക്കുന്നവരാരും വെറുതെ ആയിക്കില്ല മക്കളെ. സ്നേഹിച്ചവരും സബീത്താൻ്റെ കൂടെ അടുത്തവരൊക്കെ പൈസക്കാരായിക്കേയുള്ളൂ, നന്നായിക്കേയുള്ളൂ. ആത്മാർത്ഥതയോടു കൂടി സാബീത്താനെ സ്നേഹിച്ചോളി. അള്ളാഹു നേമത്തും ബർക്കത്തും നൽകും. നല്ല മനസ്സാണ് സാബീത്താൻ്റെ, ലോല മനസ്സാണ്. പക്ഷെ കണ്ടത് മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണല്ലോ വേണ്ടിയത്. അല്ലാണ്ട് അവരെ കൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുക, ഇവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഞാൻ കണ്ടത് മുഖത്ത്, അത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എൻ്റെ നേരിലാണെങ്കിൽ പോലും, ഫേസ്ബുക്കിൽ ഇപ്പം വന്നാൽ നമുക്ക് യൂട്യൂബല്ല, നേരിലാണെങ്കിലും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ സംഭവിച്ചത് ശരിയാണോ, അങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുകയും മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മനസ്സ് നല്ല ശുദ്ധമായ മനസ്സാണ്. സബീത്താനെ സ്നേഹിച്ചോളി, സാബീത്താൻ്റെ കൂടെ നിന്നോളി. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നതാണ്. നിങ്ങൾ സബീത്ത് പൂ വെച്ചതെന്ന് ചോദിക്കും. അതും ഒരു രസമാണ് മക്കളെ. നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ ഒരു രസം വേണ്ടേ? ഒരുപാട് കുഞ്ഞു മക്കൾ സബീത്താൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് പുതിയ ചാനലാണ്. പഴയ ചാനലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ. എന്നെപ്പോലത്തെ ഒരുപാട് വലിയ യൂട്യൂബർ ഇങ്ങനെ വളരെ വിഷമിക്കുന്നുണ്ട്. സാബീത്താക്ക് 75,000 സബ്സ്ക്രൈബ്, 4, 5, 10 ലക്ഷമായ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ വരെ ഇപ്പം വിഷമിക്കുന്നുണ്ട്. പാസ്വേഡ് നമ്പർ പിന്നെ മാറിപ്പോയത് കൊണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, എല്ലാം കിട്ടും നമുക്ക്. ഇത് പിന്നെ മറ്റേ ചാനൽ വന്നാലും ഈ ചാനൽ ഉണ്ടാവും, എല്ലാ ചാനലും ഉണ്ടാവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇൻഷാ അല്ലാ. അള്ളാഹു എല്ലാവർക്കും നന്മകൾ കൊടുക്കട്ടെ. എല്ലാവരുടെ മനസ്സും അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ എന്നുള്ള നിറഞ്ഞ പ്രാർത്ഥനയാലെ സബീത്ത് നിങ്ങളോട് വീണ്ടും പറയുകയാണ്. എല്ലാവർക്കും ഷെയർ ചെയ്യും മക്കളെ. ഞങ്ങളെ കുടുംബക്കാർ, നാട്ടുകാർ, ഉമ്മ ഗ്രൂപ്പ്, ഉപ്പ ഗ്രൂപ്പ്. കാരണം എന്ന് വെച്ചാൽ ഇത് സാബി വ്ലോഗ് എങ്ങനെയാണോ വൈറലായത് അതേപോലെ നിങ്ങൾ എല്ലാത്തിലും ലിങ്ക് ഇട്ട് കൊടുക്ക്. പിന്നെ നമുക്ക് മരണ തുള്ളിക്കളിയൊന്നും കളിച്ചുകൂടാ. നമ്മളെ മറ്റേ നിയാസ് ഉസ്താദിന് വാക്ക് കൊടുത്തതാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെയെല്ലാം കളിച്ചാലാണ് വൈറലാവുള്ളൂ. പക്ഷെ വൈറലാവാൻ കളിച്ചതല്ലേ പഠിച്ചവരാണ് സത്യം. ഞാനത് മാനസികമായിട്ടുള്ള എൻ്റെ വിഷമം കൊണ്ട് എന്താണോ കാട്ടിക്കൂട്ടിയെന്ന് പോലെ എനിക്ക് പോലും അറിഞ്ഞൂടാ. 100% സത്യം തന്നെയാണ്. അതുകൊണ്ട് പൊന്നു മക്കളെ, നിങ്ങളെല്ലാവരും സബീത്താൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോറ്. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ സംഗതി എന്താണ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നിടത്ത് ഒരു വെളുത്ത നിറത്തിൽ എഴുത്ത് കാണും, അല്ലെങ്കിൽ ഒരു കറുത്ത എഴുത്ത്. ചിലയിൽ ഈ വെളുത്ത നിറത്തിലാണ് കാണുക, അല്ലെങ്കിൽ ആ കറുത്ത നിറത്തിലുള്ള എഴുത്ത് നിങ്ങൾ തൊടുക. തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികളോട് പറഞ്ഞാൽ മതി, നിങ്ങൾ തൊടുക. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബെല്ലൈക്കൻ വരും, അതും തൊട്ട് കഴിഞ്ഞാൽ മതി.
നിങ്ങളെ വീട്ടിലുള്ള മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ചെയ്തു തരും. മക്കളെ വലിയവർക്ക് അറിഞ്ഞൂടെ, എനിക്കും അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴും പലർക്കും എന്നെ പോലത്തെ ആൾക്കാർക്കും അല്ലെങ്കിൽ 10-35 വയസ്സായ പെണ്ണുങ്ങൾക്കും സബ്സ്ക്രൈബ് അറിഞ്ഞൂടാത്തവരുണ്ട്. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു ഒരാൾ, കവിത സബ്സ്ക്രൈബ് ചെയ്യുന്ന അറിഞ്ഞൂടാ, മോള് വരട്ടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കട്ടെ എന്ന്. അതും 10-35 വയസ്സെല്ലാം കഴിഞ്ഞ ഒരു മനുഷ്യൻ തന്നെ, 10-40 വയസ്സെല്ലാം ആയ മനുഷ്യൻ തന്നെയാണ്. അറിഞ്ഞൂടാ. അതുകൊണ്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീഡിയോസിൻ്റെ താഴെ ഒരു എന്നെ കാണുന്ന വീഡിയോസിൻ്റെ താഴെ ഒരു വെളുത്ത അല്ല കറുത്ത നിറത്തിൽ എഴുത്ത് കാണും, സബ്സ്ക്രൈബ് എസ് എന്നല്ല ഇത്. അതങ്ങ് തൊട്ട് കൊടുത്താൽ മതി കുഞ്ഞു മക്കളെ. ഞാൻ പണ്ടെല്ലാം അത് അങ്ങനെ പറഞ്ഞിട്ടാണ് എല്ലാവർക്കും മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് മക്കളെ, ഓക്കെ മക്കളെ, ബായ്. അധികം പറയുന്നില്ല.